അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 124, അഹ്വാലു മുതഅല്ലിഖാത്തുൽ ഫീലി 8, പേജ് നമ്പർ 173. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. അപ്പോൾ പറഞ്ഞു വന്നത് ഫലം യുബഖി മിന്നി ശൗഖു ഗൈറ തഫക്കുരി ഫലൗ ശിഇതു അൻ നബ്കി ബഖൈതു തഫക്കുറൻ എന്ന കലാമിനെ സംബന്ധിച്ചാണ്. ഇവിടെ മുസന്നിഫിന്റെ അടുക്കൽ അതുപോലെ തന്നെ സദറുൽ അഫാദിലിന്റെ അടുക്കലും രണ്ടാളുടെ അടുക്കലും മഫ്ഊലിനെ പറഞ്ഞു. ഫലൗ ശിഇതു എന്ന മശീഅത്തിന്റെ ഫീലിന്റെ മഫ്ഊലിനെ പറഞ്ഞു. ഈ പറഞ്ഞത് ഗരീബായതിന് വേണ്ടി അല്ല എന്നാണ് മുസന്നിഫിന്റെ ദഅവ. അതായത് കളഞ്ഞാൽ മഫ്ഊലിന്റെ മേൽ അറിയിക്കുന്ന കരീനത്ത് ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞതാണ്. കളയണമെങ്കിൽ കരീനത്ത് വേണമല്ലോ. ഇവിടെ കരീനത്തില്ല. ബിഹസ്ബിൽ ഖറാഇനി വജബത്ത് തഖ്ദീറു എന്ന് പറഞ്ഞിട്ടുണ്ട്. വജബത്ത് തഖ്ദീറു ബിഹസ്ബിൽ ഖറാഇനി ദാലത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തില്ല? കരീനത്തില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത്. വജബത്ത് തഖ്ദീറു ബിഹസ്ബിൽ ഖറാഇനി അത്രേ പറ്റുള്ളൂ. അപ്പൊ കരീനത്തില്ലാത്തത് കൊണ്ടാണ് ഫലൗ ശിഇതു എന്ന ഫീലിന്റെ മഫ്ഊലായ അൻ നബ്കിയ എന്നതിനെ പറഞ്ഞത് എന്നാണ് മുസന്നിഫിന്റെ ദഅവ. സദറുൽ അഫാദിലിന്റെ ദഅവയോ അവിടെ ഗരീബായതിന് വേണ്ടിയാണ് പറഞ്ഞത്. അതായത് ഫലൗ ശിഇതു എന്ന ഫീലിന്റെ മഫ്ഊൽ അൻ നബ്കിയ തഫക്കുറൻ എന്നാണ്. ഫലൗ ശിഇതു അൻ നബ്കിയ തഫക്കുറൻ ബഖൈതു തഫക്കുറൻ എന്നാണ് സദറുൽ അഫാദിലിന്റെ അവിടെയുള്ള തഖ്ദീർ. അബ്കിയ ഈ കലാമിലുള്ള തഫക്കുറൻ അൻ നബ്കിയ എന്ന ഫീലിന്റെ മഫ്ഊലുമാവാം, ബഖൈതു എന്ന ഫീലിന്റെ മഫ്ഊലുമാവാം. സദറുൽ അഫാദിൽ അത് തനാസുഉ ബാബിൽ ഉൾപ്പെടുത്തി. അപ്പൊ രണ്ടാമത്തെ ബക്കൈത്തുവിന്റെ മഫൂലായി വന്നാൽ ഒന്നാമത്തേൽ ലമീറിനെ കൊടുക്കണം. ആ ലമീറിനെ ഇവിടെ കളയൽ നിർബന്ധവുമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വലാ തജിഉ മഅ അവ്വലിൻ ഖദ് ഉഹ്മില ബി മുദ്മരിൻ ലി ഗൈരി റഫഇൻ ഊഹില. ഒന്നാമത്തെ ഫീലിനെ മുഹ്മലാക്കുകയാണെങ്കിൽ മർഫൂ അല്ലാത്ത ലമീറിനെ കൊണ്ടുവരണ്ട. ബൽ ഹദ്ഫഹുൽ സം ഇയകുൻ ഗൈറ ഖബർ വഅഖിറൻഹു ഇയകുൻഹു വൽ ഖബർ എന്നാണല്ലോ ഖായിദ. ഇതാണ് നാം പറഞ്ഞു വെച്ചത്. അപ്പൊ രണ്ടാളുടെ അടുക്കലും മഫൂലിനെ പറഞ്ഞിട്ടുണ്ട്. ദലീലില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത് എന്ന് മുസന്നിഫും ഗരീബായതിന് വേണ്ടിയാണ് പറഞ്ഞത് എന്ന് സദറുൽ അഫാദിലും. ഇനി പറയട്ടെ. വമിമ്മാ നശഅ ഫീ ഹാദൽ മഖാമി, ഈ മഖാമിൽ ഉത്ഭവിച്ച ഒന്നിൽപ്പെട്ടതാണ്. മിൻ സൂഇൽ ഫഹ്മി വഖില്ലത്തി തദബ്ബുരി, ഫഹ്മിന്റെ സൂഇനാലും തദബ്ബുറിന്റെ ഖില്ലത്തിനാലും ഉത്ഭവിച്ച ഒന്നിൽ പെട്ടതാണ് മാഖീല പറയപ്പെട്ട ഒന്ന്. കേട്ടോ, പറയപ്പെട്ട ഒന്ന് എന്താണ് ആ മാഖീല? അന്നൽ കലാമ, തീർച്ചയായും കലാമ്, മുസന്നിഫിന്റെ കലാമ്. ഏതാ മുസന്നിഫിന്റെ കലാമ്? വഅമ്മാ ഖൗലുഹു ഫലം യുബഖി മിന്നി ശൗഖു ഗൈറ തഫക്കുരി ഫലൗ ശിഇതു അൻ നബ്കി ബഖൈതു തഫക്കുറൻ എന്ന് പറഞ്ഞ കലാമ് ഫലൈസ മിന്നു, അത് ഗരീബായതിന് വേണ്ടി
പറഞ്ഞതിൽ പെട്ടതല്ല. ആ കലാമ് ഈ ഷാരിഹിന്റെ ദഅവ, ആ കലാമ് ഫീ മഫ്ഊലി അബ്കി, അബ്കി എന്ന ഫീലിന്റെ മഫ്ഊലിനെ പറ്റിയാണ്, അല്ലാതെ മശീഅത്തിന്റെ മഫ്ഊലിനെ പറ്റിയല്ല. അബ്കി എന്നതും ഒരു മുത്തഅദ്ദിയ ഫീലാണല്ലോ, അതിന്റെ മഫ്ഊലിനെ കളഞ്ഞതിനെ പറ്റിയാണ് സംസാരം. അപ്പൊ മുമ്പുറവാദത്തിൽ ഇവിടെ കളഞ്ഞതിനെ പറ്റിയാണ് എന്നാ. അപ്പൊ അയാൾ എങ്ങനെ അർത്ഥം വെക്കും അവിടെ? അമ്മാ കൗലുഹു, അപ്പൊ ഷാഇറിന്റെ കൗല്, ഫലം യുബക്കി മിന്നി ശൗഖു വൈറാ തഫക്കുരി ഫലഉശിഇതു അന്നബിക്കി ബക്കൈതു തഫക്കുറാ. ആ കൗലാവുന്നത് ഫലൈസ, ആ കൗലല്ല മിൻഹു, അതിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാൽ ഇബ്ഹാമിന്റെ ശേഷം ബയാൻ ചെയ്യാൻ വേണ്ടി കളഞ്ഞതിൽ പെട്ടതല്ല എന്നർത്ഥം വെക്കും. ഇബ്ഹാമിന്റെ ശേഷം സുമ്മൽ ഹദ്ഫു ഇമ്മാലിൽ ബയാനി ബഅദൽ ഇബ്ഹാമി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പലീസം അവിടെ ഇബ്ഹാമിന്റെ ശേഷം ബയാനിന് വേണ്ടി കളഞ്ഞതിൽ പെട്ടതല്ല, പിന്നെ വേറെ ചില ആവശ്യത്തിന് വേണ്ടി കളഞ്ഞതിൽ പെട്ടതാണ്. അപ്പൊ ഈ ഷാരിഹിന്റെ ദഅവ അവിടെ മഫൂലിനെ കളഞ്ഞതിനെ പറ്റിയാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്തുകൊണ്ട് എന്നാണ്. അത് ഗരീബായത് കൊണ്ടാണെന്ന് സദറുൽ ലഫാദിലും ദലീലില്ലാത്തത് കൊണ്ടാണെന്ന് മുസന്നിഫും. പക്ഷെ മുസന്നിഫിലൊരിക്കൽ മഫൂല് അന്നബിക്കിയ മാത്രമാണ് മശീയത്തിന്റെ മഫൂല്, സദറുൽ ലഫാദിന്റെ അടുക്കൽ അന്നബിക്കിയ തഫക്കുറൻ എന്നുമാണ്. ഈ ഷാരിഹിന്റെ ദഅവയോ ഇവിടെ മഫൂലിനെ പറഞ്ഞതിനെ പറ്റിയല്ല സംസാരം, കളഞ്ഞതിനെ പറ്റിയാണ്. അന്നബിക്കിയ എന്ന ഫീലിന്റെ മഫൂലിനെ കളഞ്ഞതിനെ പറ്റിയാണ്. അത് ഫലൈസ മിൻഹു, ഇബ്ഹാമിന്റെ ശേഷം ബയാനിന് വേണ്ടി കളഞ്ഞതിൽ പെട്ടതല്ല, പിന്നെ വേറെ ചില ആവശ്യത്തിന് വേണ്ടി കളഞ്ഞതിൽ പെട്ടതാണ് എന്നാണ് ആ വാക്കില. അത് സൂഉൽ ഫഹ്മിനാലും ഖില്ലത്തു തദബ്ബുറിനാലും ഉണ്ടായതാണ്. എന്നിട്ട് ആ ഷാരിഹ് പറയുന്നു, വൽ മുറാദു, ഇവിടെ ഈ കലാമിന്റെ മുറാദ്, മുസന്നിഫിന്റെ കലാമിന്റെ മുറാദ് എന്ത്? അന്നൽ ബൈത്ത ഫലം യുബക്കി മിന്നി ശൗഖു വൈറാ തഫക്കുരി ഫലൗ ശിഇതു അന്നബിക്കി ബക്കൈതു തഫക്കുറ എന്ന ആ ബൈത്ത് ലൈസ, ആ ബൈത്തല്ല, മിൻ കബീലി മാ, ഒന്നിന്റെ കബീലിൽ പെട്ടതല്ല. എങ്ങനത്തെ ഒന്ന്? ഹുരിഫ ഫീഹി, ആ ഒന്നിൽ കളയപ്പെട്ടു, അൽ മഫ്ഊലു, മഫ്ഊലിനെ കളയപ്പെട്ടു, ലിൽ ബയാനി ബഅദൽ ഇബ്ഹാമി, ഇബ്ഹാമിന്റെ ശേഷം ബയാനിന് വേണ്ടി മഫൂലിനെ കളയപ്പെട്ടു, അങ്ങനത്തെ ഒന്നിൽ പെട്ടതല്ല. ഇവിടെ മഫൂലിനെ കളഞ്ഞിട്ടുണ്ട്, അത് ഇബ്ഹാമിന്റെ ശേഷമുള്ള ബയാനിന് വേണ്ടി അല്ല. വൽ ഇന്നമാ ഹുദിഫ, വല്ലെങ്കിലും ഇന്നമാ ഹുദിഫ, മഫൂലിനെ കളയപ്പെട്ടു ലിഗറളിൻ ആഖറ, വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി. വേറെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മഫൂലിനെ കളയാം, അത് ശരിയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഈ ഷാരിഹിന്റെ ദഅവ ഇവിടെ മഫൂലിനെ, അബ്കിയന്റെ മഫൂലിനെ കളഞ്ഞു, അത് ഇബ്ഹാമിന്റെ ശേഷം ബയാനിന് വേണ്ടി കളഞ്ഞതല്ല, വേറെ ചില ആവശ്യത്തിന് വേണ്ടി കളഞ്ഞതാണ് എന്ന് ചില ഷാരിഹിങ്ങൾ പറഞ്ഞത് അത് ഖില്ലത്തു തദബ്ബുറിനാലും സൂഉൽ ഫഹ്മിനാലും ഉത്ഭവിച്ചതാണ് എന്നാണ് ആ പറഞ്ഞത്. കാരണം ഇവിടെ മശീഅത്തിന്റെ ഫീലിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിച്ചു പോരുന്നത്, മുത്തലക്ക് ഫീലിനെ കുറിച്ചല്ലല്ലോ. മശീഅത്തിന്റെ മഫൂലിനെ കളയുന്ന ചർച്ചയിൽ മുത്തലക്ക് ഫീലിന്റെ, മശീഅത്തെന്ന ഖാസ് ഫീലിന്റെ മഫൂലിനെ കളയുന്നതിനെ പറ്റിയാണ് നമ്മുടെ ചർച്ച. മുത്തലക്ക് ഫീലിന്റെ മഫൂലിനെ കളയുന്നതിനെ സംബന്ധിച്ചല്ല. ആ മശീഅത്തിന്റെ ഫീലിന്റെ മഫൂലിനെ കളയൽ അത് ഇമ്മാലിൽ ബയാനി ബഅദൽ ഇബ്ഹാമി കമാഫി ഫീലിൽ മശീയത്തി. എന്നിട്ട് ഈ ബൈത്തൊക്കെ മശീഅത്തിന്റെ ഫീലുകളുള്ള ബൈത്തുകളുമാണ്. അപ്പോൾ അത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഇനി
പിന്നെ വക്കീല, ഇനി മറ്റൊരു കീല പറയപ്പെട്ടു, യഹ്തമിലു സാധ്യതയുണ്ട്, അയ്യക്കൂനൽ മഅന മഅനയാവൽ സാധ്യതയുണ്ട്. ലൗ ശിഇതു യഹ്തമിലു അയ്യക്കൂനൽ മഅനയാവൽ സാധ്യത ഉണ്ട്. എന്ത്? ലൗ ശിഇതു അൻ അബ്കിയ തഫക്കുറൻ ബക്കൈതു തഫക്കുറൻ എന്നാവാം. ലൗ ശിഇതു അൻ അബ്കിയ തഫക്കുറൻ, തഫക്കുറിനെ ഞാൻ കരയാൻ ഉദ്ദേശിച്ചാൽ ബക്കൈതു തഫക്കുറൻ, തഫക്കുറിനെ ഞാൻ കരയും എന്നാവാം. മഅന ഇവിടെ ഒരു അന്ന് പോയ മാതിരി ഉണ്ട്. വഖീല യഹ്തമിലു അൻ യകൂനൽ മഅന ലൗ ശിഇതു അബ്കി തഫക്കുറൻ ബക്കൈതു തഫക്കുറൻ എന്ന കിതാബിലുള്ളത്. ലൗ ശിഇതു അൻ അബ്കിയ തഫക്കുറൻ, ബൈത്ത് ചെല്ലുമ്പോൾ അബ്കി എന്നൊക്കെ ചെല്ലാം. ലൗ ശിഇതു അൻ അബ്കി ബക്കൈതു തഫക്കുറാ. ഫലം യുബ്ഖി മിന്നി ശൗഖു ഗൈറ തഫക്കുരി ഫലൗ ശിഇതു അൻ അബ്കി ബക്കൈതു തഫക്കുറാ. അപ്പോൾ അന്നബിക്കിയ എന്ന് ഇവിടെ വേണൊരു അന്ന് പോയിട്ടുണ്ട് കിതാബിൽ, അത് നമ്മൾ വായിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കീല പറയപ്പെട്ടു, യഹ്തമിലു അൻ യകൂനൽ മഅന മഅനയാവാം, ലൗ ശിഇതു അൻ അബ്കിയ തഫക്കുറൻ ബക്കൈതു തഫക്കുറൻ എന്നാവാം. ഞാൻ ചിന്തയെ കരയാൻ ഉദ്ദേശിച്ചാൽ ചിന്തയെ കരയും എന്നാവാം. അതിനും സാധ്യതയുണ്ട്. ഇത് സദറുൽ ഫാദിലിന്റെ ദഅവയാണ് പറഞ്ഞത്. അപ്പൊ ഈ കീല പറയുന്നത് മുസന്നിഫ് പറഞ്ഞ പോലെ ലൗ ശിഇതു അൻ അബ്കിയ, ഞാൻ കരയാൻ ഉദ്ദേശിച്ചാൽ തഫക്കുറിനെ കരയും എന്നും ആക്കാം അർത്ഥം. പിന്നെ എന്തും ആവാം, സദറുൽ ഫാദിൽ പറഞ്ഞതുപോലെയും ആവാം. തഫക്കുറിനെ കരയാൻ ഉദ്ദേശിച്ചാൽ തഫക്കുറിനെ കരയും, രണ്ടും ആവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ കീലിന്റെ ദഅവ. അപ്പോൾ സദറുൽ ഫാദിലിന്റെ അടുക്കല് അവിടെ ഒരു വജ്ഹ് മാത്രമേ ഉള്ളൂ, അദ്ദേഹം പറഞ്ഞ ദഅവ മാത്രം. മുസന്നിഫിന്റെ അടുക്കലോ, മുസന്നിഫിന്റെ അടുക്കല്ല, ഈ കീലക്കാരുടെ അടുക്കൽ മുസന്നിഫ് പറഞ്ഞതുപോലെയും ആവാം, സദറുൽ അഫാദില് പറഞ്ഞതുപോലെയും ആവാം. അവിടെ ദുസൂഖ് പറഞ്ഞിട്ടുണ്ട്, വക്കീല യഹ്തമിലു ഇലാ ആഖിരി അൽ ഫർഖു ബൈന ഹാദാ, ഈ കീലന്റെയും വമാ ഖാലഹു സദറുൽ അഫാദിൽ പറഞ്ഞ ഒന്നിന്റെ ഇടയിലുള്ള ഫർഖ് അന്ന ഖായില ഹാദാ, ഈ കീലന്റെ ഖായില് എന്ത് യുജവ്വിസു മാ ഖാലഹുൽ മുസന്നിഫൂന, മുസന്നിഫ് പറഞ്ഞ ഒന്നിനെയും ജായിസാക്കുന്നുണ്ട്, കമാ യുജവ്വിസു മാ ഖാലഹു സദറുൽ അഫാദിൽ പറഞ്ഞ ഒന്നിനെയും ജായിസാക്കുന്നുണ്ട്. അതെന്താ? ബി കരീനത്തി ഖൗലി ശാരിഹി യഹ്തമിലൂന ഫമാ ഔജബഹു സദറുൽ അഫാദിൽ നിർബന്ധമാക്കിയ ഒന്ന്, ഇവിടെ മഫൂല് ഖരീബായതിനു വേണ്ടി കറഞ്ഞത് മാത്രമാണെന്നാണ് സദറുൽ അഫാദിൽ പറയുന്നത്. അങ്ങനെ സദറുൽ അഫാദിൽ വാജിബാക്കി വന്ന് ജവ്വദഹു സാഹിബു ഹാദൽ ഖൈലി, ഈ കീലക്കാരനും എന്താക്കിയിട്ടുണ്ട്? ജായിസാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോ വക്കീല യഹ്തമിലു അൻ യകൂനൽ മഅന മഅനയാവൽ സാധ്യതയുണ്ട്, ലൗ ശിഇതു അൻ അബ്കിയ തഫക്കുറൻ ബക്കൈതു തഫക്കുറൻ എന്നാവാം മഅന. അതായത് ലം യുബ്കി ഫിയ്യ, ആ ഷൗക്ക് എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ലം യബ്ക ഫിയ്യ എന്നിൽ ബാക്കിയായിട്ടില്ല. ഷൗക്ക് ബാക്കിയാക്കാത്തത് കൊണ്ട് ബാക്കിയായിട്ടില്ല. ലം യുബ്കി ഫിയ്യ, ഷൗക്ക് എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല, ശേഷിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ ലം യബ്ക ഫിയ്യ, ബക്കിയ യബ്ക, എന്നിൽ ബാക്കിയായിട്ടില്ല.
ഷൗക്ക് ബാക്കിയാക്കാത്തത് കൊണ്ട് ബാക്കിയായിട്ടില്ല. മാദത്തുദ്ധം, ഈ കണ്ണുനീര് എന്ന മാദ എന്നിൽ ഇല്ലേ ഇല്ല. കാരണം ഷൗക്ക് കാരണമായിട്ട്. ഫസിർതു, ഞാനായി, ബിഹൈസു അഖ്ദിറു അലാ ബുക്കായി തഫക്കുരി, തഫക്കുറിനെ കരയാൻ സാധിക്കുന്നവനായി. കാരണം എന്താണ്? കണ്ണുനീരെന്ന മാതയില്ല. അതുകൊണ്ട് എന്താണ്? തഫക്കുറിനെ കരയാൻ സാധിക്കുന്നുള്ളൂ. അതായത് ഹുസ്നും ദുഃഖവും ക്ലേശവും അതേ എനിക്കുള്ളൂ. ഫയക്കൂനു എന്നാണ് ഇപ്പോൾ പറഞ്ഞ അർത്ഥം. ഈ ഖീല പറയുന്ന അർത്ഥം, എന്നിൽ കണ്ണുനീരെന്ന മാത ഇല്ലേ ഇല്ല. അപ്പോൾ കണ്ണുനീര് ഒലിപ്പിക്കാൻ കഴിയൂലല്ലോ, ഇല്ലാത്ത സാധനം ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ എന്തായി? കണ്ണുനീരില്ലാത്തത് കൊണ്ട് തഫക്കുറിനെ കരയാൻ സാധിക്കുന്നവനായി. അപ്പോൾ ഇയാളുടെ ഈ ഖീലന്റെ അടുക്കൽ എന്തായി അർത്ഥം? ഫലം യുബക്കി മിന്നി ഷൗഖു, ഷൗക്ക് എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല. ഗൈറ തഫക്കുരി, തഫക്കുറിനെ അല്ലാതെ, ചിന്തയെ അല്ലാതെ. ചിന്ത മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എന്നിലില്ല. അതുകൊണ്ട് ഫലവും ശിഹിത്വാൻ അബിക്കിയ തഫക്കുറൻ, ചിന്തയെ ഞാൻ കരയാൻ ഉദ്ദേശിച്ചാൽ, അതായത് എനിക്ക് ടെൻഷൻ ഉണ്ടാവണം എന്ന് ഞാൻ കരുതിയാൽ, ബക്കൈത്തു തഫക്കുറൻ, തഫക്കുറിന്റെ ഞാൻ കരയും, എനിക്ക് ടെൻഷൻ ഉണ്ടാകും എന്നിൽ. അപ്പോൾ എന്നിൽ ക്ലേശവും ദുഃഖവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദുഃഖം ഉണ്ടാകാൻ ഉദ്ദേശിച്ചാൽ ദുഃഖം ഉണ്ടാകും എന്നാണ് ആ പറഞ്ഞത്, എന്നാവും അർത്ഥം. ഈ മായന കൊടുത്താൽ, ഇഹ്തിമാലുള്ള മായന കൊടുത്താൽ, അതായത് സദറുൽ ലഫാദിന് പറഞ്ഞ മായന കൊടുത്താൽ എന്ന് ചുരുക്കം. തഫക്കുറിനെ ഞാൻ കരയാൻ ഉദ്ദേശിച്ചാൽ തഫക്കുറിനെ കരയും. എപ്പോൾ? എന്നിൽ ഷൗക്ക് തഫക്കുറിനെ മാത്രമേ ബാക്കിയാക്കിയിട്ടുള്ളൂ. അത് കാരണമായി, അതുകൊണ്ട് ഞാൻ തഫക്കുറിനെ കരയാൻ ഉദ്ദേശിച്ചാൽ തഫക്കുറിനെ കരയുന്ന. അപ്പോൾ എന്നിൽ ഷൗക്ക്, എന്നിൽ വെറും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാത്രമേ നിലനിർത്തിയിട്ടുള്ളൂ, വേറെ ഒന്നും എന്നിലില്ല. അതുകൊണ്ട് വിഷമം ഉണ്ടാകാൻ ഞാൻ ഉദ്ദേശിച്ചാൽ എനിക്ക് വിഷമം ഉണ്ടാകും എന്നാവും അർത്ഥം. തഫക്കുറിനെ കരയാന്ന് പറഞ്ഞാൽ, തഫക്കുറിനെ കരയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിഷമം ഉണ്ടാവുക എന്നാണ്. ഫയക്കൂനു മിൻ ഖബീലി മാ, അപ്പൊ ഫയക്കൂൻ ഇതാകും മിൻ ഖബീലി മാ, ഒന്നിന്റെ കബീലയിൽപ്പെട്ടതാകും. ദുഃഖിറ ഫീഹി, ആ ഒന്നിൽ പറയപ്പെട്ടു, മഫ്ഊലുൽ മശിയത്തി, മശിയത്തിന്റെ മഫൂലിനെ ലിഖറാബത്തിഹി, മഫൂല് ഖരീബായതിന് വേണ്ടി പറയപ്പെട്ടതിൽ പെട്ടതാവും. ഈ ഖീലപ്രകാരം, ഈ ഇഹ്തിമാൽ പ്രകാരം ബൈത്തിന്റെ മാന നാം വിലയിരുത്തുമ്പോൾ ഖരീബായതിന് വേണ്ടി മഫൂലിനെ പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. സദറുൽ ലഫാദിൽ പറഞ്ഞതുപോലെ. പക്ഷെ ഫീഹി നളറുൻ, ഈ ഖീലയിൽ നളറുണ്ട്. അത് സദറുൽ ലഫാദിന് ഉള്ള മറുപടിയാണ്, ഈ ഖീലക്കും ഉള്ള മറുപടിയാണ്. രണ്ടാൾക്കുള്ള ഈ ഖീലന്റെ കായിലിനും മറുപടി ഉണ്ട്, സദറുൽ ലഫാദിലും മറുപടി ഉണ്ട്. ഫീഹി നളറുൻ, ഈ ഇഹ്തിമാലിൽ നളറുണ്ട്. കാരണം ലിഅന്ന തറത്തുബ ഹാദൽ കലാമി, ഈ കലാമു തുടർന്നു വരൽ, ഇത് ഫലൗ ശിഇതു അൻ നബിക്കി തഫക്കുറൻ അൻ നബിക്കി, ഫലൗ ശിഇതു അൻ നബിക്കി ബക്കൈതു തഫക്കുറൻ എന്നാണല്ലോ ഉള്ളത്. ഫലൗ ശിഇതു അൻ നബിക്കിയ തഫക്കുറൻ ബക്കൈതു തഫക്കുറൻ എന്ന കലാമ് തുടർന്നു വരൽ. ചിന്തയെ കരയാൻ ഉദ്ദേശിച്ചാൽ ഞാൻ ചിന്തയെ കരയും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോ ഈ കലാമ് തുടർന്നു വരൽ ഏതിന്റെ മേൽ? അലാ ഖൗലിഹി, ഷാഇറിന്റെ ഖൗലിന്റെ മേൽ.
ഏത് ലം യുബക്കി മിന്നി ശൗഖു ഗൈറ തഫക്കുരി എന്ന കൗലിന്റെ മേൽ തറത്തുബാവല് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കലാം അത് ഒന്നാമത്തെ കലാമിന്റെ മേൽ തുടർന്നു വന്നതാണ്. ഒന്നാമത്തത് സബബാണ്, രണ്ടാമത്തെ മുസബ്ബബാണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? എന്നിൽ ശൗഖ് തഫക്കുറിനെ മാത്രമേ ബാക്കിയാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് അത് കാരണമായി ഞാൻ തഫക്കുറിനെ കരയുകയാണെങ്കിൽ തഫക്കുറിനെ കരയുകയുള്ളൂ എന്ന് പറഞ്ഞത് ശരിയല്ല എന്നാ പറയാൻ പോകുന്നത്. അപ്പോൾ അലാ കൗലി ലം യുബക്കി മിന്നി ശൗഖു ഗൈറ തഫക്കുരി എന്ന കലാമിന്റെ മേൽ, എന്ന കൗലിന്റെ മേൽ ലൗ ശിഅ്തു അൻ അബ്കിയ തഫക്കുറൻ ബഖൈതു തഫക്കുറൻ തുടർന്നു വരൽ എന്താണ്? യഅബ ഹാദൽ മഅന, ഈ മഅനയെ വലങ്ങും. ഇന്ദ തഅമ്മുലി സാദിഖ്, ഒരു സാദിഖായ ചിന്തയുടെ അടുക്കൽ ഈ മഅന പറ്റൂല. കാരണം അന്നൽ ഖുദ്റത്ത അലാ ബുക്കായി തഫക്കുരി, തഫക്കുറിനെ കരയാൻ ആവതാവൽ ലാ യതവഖഫു, അല്ലെങ്കിൽ ലാ തതവഖഫു, അത് തവഖുഫാവൂല. അലാ അല്ലാ യുബ്ഖിയ ഫീഹി ഗൈറു തഫക്കുരി, അവനിൽ തഫക്കുർ അല്ലാത്തത് അലാ അല്ലാ യബ്ഖാ ഫീഹി എന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അല അല്ലാ യുബ്ഖി ഫീഹി, അവനിൽ ബാക്കി ആക്കാതിരിക്കലിന്റെ മേൽ തവഖുഫാവൂല ഗൈറ തഫക്കുരി, തഫക്കുർ അല്ലാത്തതിനെ ശൗഖ് അവനിൽ ബാക്കി ആക്കാതിരിക്കലിന്റെ മേൽ തവഖുഫാവൂല. അല്ലെങ്കിൽ അല അല്ലാ യബ്ഖാ ഫീഹി, അവനിൽ ബാക്കി ആകാതിരിക്കലിന്റെ മേൽ തവഖുഫാവൂല ഗൈറു തഫക്കുരി, തഫക്കുർ അല്ലാത്തത്. കാരണം തഫക്കുർ അല്ലാത്തത് ബാക്കി ഇല്ല എന്നതിൻ്റെ മേൽ തവഖുഫാവൂല. ഏത്? തഫക്കുറിനെ കരയിന്റെ മേൽ ഖുദ്റത്ത് ഉണ്ടാവൽ എന്ന് പറഞ്ഞാൽ, കാരണം അന്ന് ഖുദ്റത്ത അലാ ബുക്കായി തഫക്കുരി, തഫക്കുറിനെ കരയിന്റെ മേൽ ആവതാവൽ ലാ തതവഖഫു, അത് തവഖുഫാവൂല. അലാ അല്ലാ യബ്ഖാ ഫീഹി ഗൈറു തഫക്കുരി, അവനിൽ തഫക്കുർ അല്ലാത്തത് ബാക്കിയാകാതിരിക്കലിന്റെ മേൽ തവഖുഫല്ല, തവഖുഫാണെന്നാണ് ഈ കീല പറഞ്ഞത്. കാരണം ഫലം യുബക്കി മിന്നി ശൗഖു, എന്നിൽ ശൗഖ് ബാക്കിയാക്കിയിട്ടില്ല ഗൈറ തഫക്കുരി, തഫക്കുർ അല്ലാത്തതിന്. അതുകൊണ്ട് തഫക്കുർ മാത്രമേ എന്നിലുള്ളൂ. അത് കാരണമായി, അങ്ങനെയാണല്ലോ, അത് കാരണമായി ഫലവുഷിത്തു, ഞാൻ ഉദ്ദേശിച്ചാൽ അന്നബിക്കിയ, ഞാൻ കരയാൻ ഉദ്ദേശിച്ചാൽ, അതായത് കണ്ണുനീരൊലിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, കണ്ണുനീരില്ല, പിന്നെന്തിനെ കരയുന്നുള്ളൂ? തഫക്കുറിനെ കരയുന്നുള്ളൂ എന്നാണ് അവിടുത്തെ മഅന. ഈ കീലന്റെ അടുക്കൽ എന്താകും? ശൗഖ് എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല തഫക്കുറല്ലാത്തതിനെ. അതുകൊണ്ട് തഫക്കുറിനെ ഞാൻ കരയാൻ ഉദ്ദേശിച്ചാൽ തഫക്കുറിനെ കരയും. കാരണം തഫക്കുറിനെ കരയാൻ ഉദ്ദേശിക്കണമെങ്കിൽ തഫക്കുർ മാത്രം ഉണ്ടാകണം എന്നില്ലല്ലോ. തഫക്കുറല്ലാത്തത് ഉണ്ടാകാതിരിക്കുന്ന മേൽ തവഖുഫല്ല തഫക്കുറിനെ കരയാൻ ഉദ്ദേശിക്കൽ. കാരണം തഫക്കുർ അല്ലാത്തത് ഉണ്ടെങ്കിലും തഫക്കുർ ഉണ്ടായാലും തഫക്കുർ അല്ലാത്തത് ഉണ്ടായാലും തഫക്കുറിനെ കരയാൻ ഉദ്ദേശിക്കാം. ഈ കീലയുടെ അടുക്കൽ എന്താവും അർത്ഥം? തഫക്കുർ മാത്രമേ എന്നിലുള്ളൂ, അതുകൊണ്ട് അത് കാരണമായി തഫക്കുറിനെ കരയാൻ ഉദ്ദേശിച്ചാൽ തഫക്കുറിനെ കരയുന്ന. അതില്ലെങ്കിലും തഫക്കുറിനെ കരയാൻ ഉദ്ദേശിച്ചൂടെ? തഫക്കുർ മാത്രം അല്ല, അല്ലാത്തതും ഉണ്ടെങ്കിലും എന്താവാം? തഫക്കുറിനെ കരയാൻ ഉദ്ദേശിക്കാമല്ലോ. അതുകൊണ്ട് തഫക്കുറിന്റെ മുക്കാവു തഫക്കുർ ഏതിന്റെ മേൽ തവഖുഫല്ല? തഫക്കുർ അല്ലാത്തത് ഇല്ല എന്നതിന്റെ മേൽ തവഖുഫല്ല. തഫക്കുർ അല്ലാത്തത് ഉണ്ടായാലും തഫക്കുറിനെ കരയാൻ ഉദ്ദേശിക്കാം. അതുകൊണ്ട് ആ മഅന സാദിഖായ ചിന്തയുടെ അടുക്കൽ അത് ശരിയല്ല. ഫഫ്ഹം, നീ ശരിക്ക് മനസ്സിലാക്കിക്കോ കേട്ടോ.